പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ രാജ്യസഭയിലും ആഭ്യന്തരമന്ത്രിക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. അതിനിടെ വന്ദേ മാതരം ബില്ല് ലോക്സഭയും പാസാക്കി. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ആഞ്ഞടിക്കുന്ന DMK ആഞ്ഞടിക്കുന്ന ഉൾപ്പെടെയുള്ള കാഴ്ചകളൊക്കെ DMK പ്രതിനിധികൾ ആഞ്ഞടിക്കുന്നതൊക്കെ നമ്മൾ പാർലമെന്റിൽ കാണുകയുണ്ടായി. എന്തൊക്കെയാണ് സംഭവിച്ചത്? നടപടികളെ പറ്റിയുള്ള വിവരങ്ങൾ. അക്ഷയ, ലോക്സഭയിൽ ഇന്ന് പരിഗണിച്ച പ്രധാനപ്പെട്ട ബില്ലെന്ന് പറയുന്നത് വന്ദേ മാതരം ആലാപനം അത് കുറ്റകരമാക്കുന്ന അല്ലെങ്കിൽ അതിൽ വീഴ്ച വരുന്നത് കുറ്റകരമാക്കുന്നതിനുള്ള ബില്ലായിരുന്നു. ആ ബില്ലിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് രേഖപ്പെടുത്തിയത് DMK തന്നെയാണ്. DMK MP ആയ കനിമൊഴി ഇത് സംസ്ഥാനങ്ങളോടുള്ള ചതിയാണ്. ചില സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ തമിഴ്നാടിനെ നോക്കുകയാണെങ്കിൽ തമിഴ് തായ് വാഴ്ത്തുപാട്ട് ഉൾപ്പെടെയുള്ള ഗാനങ്ങളുണ്ട്, ഔദ്യോഗിക ഗാനങ്ങളുണ്ട്. അവയോടെല്ലാം തന്നെ ചെയ്യുന്ന ഒരു തെറ്റായ സമീപനമാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. ജനാധിപത്യത്തോടുള്ള ചതിയാണ് അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമാണ് ഈ ബില്ല് എന്നായിരുന്നു DMK നേതാവായ A. ബാലു ലോക്സഭയിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് ഈ നേരിട്ട വിമർശനങ്ങൾക്കിടയിലെല്ലാം തന്നെ ലോക്സഭ ഇന്ന് ബില്ല് പാസ്സാക്കുകയും ചെയ്തു. ഇന്നലെ ആയിരുന്നു രാജ്യസഭ വന്ദേമാതരം ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ലോക്സഭയും പാസ്സാക്കി പിരിയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം രാജ്യസഭയിലാണ് ഇന്ന് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള നിർണായക ബില്ല് ചർച്ചയ്ക്കെടുത്തത്. പക്ഷേ ആ ബില്ലിന്മേൽ വലിയ പ്രതിഷേധത്തിനും വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനുമെല്ലാം രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. ആദ്യം സംസാരിച്ചത് മല്ലികാർജുൻ ഖാർഗെ ആയിരുന്നു. സഭയിലില്ലാത്ത ആഭ്യന്തരമന്ത്രിയുടെ ആ ഒരു അസാന്നിധ്യത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. അദ്ദേഹം ഒളിഞ്ഞിരുന്ന് ഇതെല്ലാം കേൾക്കുകയാണ്. ഒളിച്ചോടാൻ ആഭ്യന്തരമന്ത്രിക്ക് സാധിക്കില്ല. അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ നരനായാട്ടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ ഈ ഒരു വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിൽ ഉത്തരവാദിത്വം ആർക്കാണ് എന്നത് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കണം. ആഭ്യന്തരമന്ത്രിയെ പുറത്താക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണം തുടങ്ങിയ ചില ആവശ്യങ്ങളും പ്രതിപക്ഷ നേതാവ് കൂടിയായ മല്ലികാർജുൻ ഖാർഗെ മുന്നോട്ട് വെച്ചു. എന്തായാലും ഇന്ന് രാജ്യസഭയും ലോക്സഭയും പല തവണയാണ് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടത്. രാജ്യസഭ ഈ ഒരു ചർച്ച ഇപ്പോഴും പുരോഗമിക്കുമ്പോഴും ലോക്സഭയിൽ ഇന്ന് 2 തവണയാണ് സഭാ നടപടികൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാജ്യസഭയിൽ ഇപ്പോഴും ഈ ഒരു ബില്ലിന്മേലുള്ള ചർച്ച തുടരുകയാണ്. നേരത്തെ മല്ലികാർജുൻ ഖാർഗെ സംസാരിക്കുമ്പോൾ ഉൾപ്പെടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും അതോടൊപ്പം തന്നെ JP നഡ്ഡയും മല്ലികാർജുൻ ഖാർഗെയുടെ പരാമർശങ്ങൾ, മന്ത്രിക്കെതിരായ പരാമർശങ്ങൾ അടക്കം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒടുവിൽ മന്ത്രിമാരുടെ അല്ലെങ്കിൽ ട്രഷറി ബെഞ്ചിന്റെ ആവശ്യം രാജ്യസഭാ അധ്യക്ഷൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടെ 2 തവണ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാൻ പ്രതിപക്ഷത്ത് നിന്ന് ശ്രമമുണ്ടായി. പക്ഷേ ട്രഷറി ബെഞ്ച് ഇതിനെ ശക്തിയുക്തം എതിർത്തു. കിരൺ റിജിജു പറഞ്ഞത് നേരത്തെ മല്ലികാർജുൻ ഖാർഗെ സംസാരിച്ചപ്പോൾ അദ്ദേഹം വിഷയത്തിൽ നിന്നും ബില്ലിൽ നിന്നും തെന്നിമാറി മറ്റു പല രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹം സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാത്തത്, ക്രമപ്രശ്നം ഉന്നയിക്കാത്തത് എന്നായിരുന്നു വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇരു സഭകളിലും നടന്ന കാര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കും.